ക്രൗഡ് വർക്ക് ഷോ പരിചയമുള്ള ആൾക്കാരൊന്ന് കൈവെക്കാം, അല്ലെ അറിയാമോ? നിങ്ങൾ ക്രൗഡ് വർക്ക് ഷോ എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് അറിയാമെന്നാണ് വന്നേക്കുന്നത്. ഓ ആരാ മോളൊന്ന് കൈവെക്കി. എന്താ അമ്മയെ പുറകെ ഇരുത്തിയത്? നിങ്ങൾ ഫ്രണ്ടിൽ വന്നിരുത്തി 2 സീറ്റ് ഉണ്ടായിരുന്നു, എന്നിട്ട് അമ്മ അച്ഛനാണത്? എന്താ അങ്ങനെ മാറിയിരുന്നത്? പറഞ്ഞു വീട്ടിലെ പ്രശ്നമാണെന്ന് പറയാം നമുക്ക്. അത് ശരിക്കും നമ്മുടെ ഷോയുടെ പേര് മാമനോടൊന്നും തോന്നല്ലേ എന്നാണ്. ഞങ്ങളാണ് ആ മാമന്മാർ. ഇതാരുടെ പേരൻസാണ്? ഓക്കെ, അപ്പോൾ താങ്കളായിട്ടാണ് പ്രശ്നം. ശരിക്കും അമ്മ പറഞ്ഞു എന്തായിരുന്നു അവർ ഫ്രണ്ടിലിരിക്കട്ടെ, നമ്മൾ പുറകിലിരിക്കാൻ തീരുമാനിക്കുള്ളൂ. ഓ, അവർക്ക് വല്ല സ്വർഗത്തിലെ കട്ടുമ്പോ അത്രയ്ക്ക് പ്രൈവസി ഇവിടെ കൊടുക്കില്ല. ജസ്റ്റ് മാരീഡ് ആണ്, എന്നാലും നമ്മുടെ മേൽനോട്ടത്തിൽ വീണ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 2 സീറ്റ് പുറകിലുണ്ട്. എത്ര ആളായി കല്യാണം കഴിഞ്ഞിട്ട്? അവിടുന്ന് ഇൻസ്ട്രക്ഷൻ 1 മാസം. അമ്മയ്ക്ക് പേടിയുണ്ട് അത് തെറ്റിച്ച് പറയുമോ? സ്റ്റാൻഡപ്പ് കോമഡി ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. ഇതെന്നെ തളർത്താൻ വേണ്ടി പറയുന്നതാണ് സാർ. പുള്ളിക്കാരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ എന്ത് കാര്യമായിട്ടാണ് വീട് നോക്കും? നമ്മുടെ ഷോയ്ക്ക് വന്നിട്ട് തിരിഞ്ഞ് മഹാദേവൻ ഭയങ്കര മഹാദേവൻ. ഇത് 4ാമത്തെയാണ്. മാഡം എന്താ ചെയ്യുന്നത്? രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്നത്. മാം ഒറ്റയ്ക്കാന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ തന്നെ. സാർ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിട്ട്? ഇന്ന് തീരുമാനമാകും. എത്ര ആളായി കാണും? അയ്യ അല്ല, സാറിന്റെ ഓർമ്മശക്തി നോക്കാൻ വേണ്ടി. 29 years. 29 കൊല്ലം കൊണ്ട് മനസ്സിലായോ ആളെ? സത്യം. എപ്പോഴാണ് പുള്ളിക്കാരി ചേഞ്ച് ആയത്? എത്ര വർഷമായി കാണും? എന്ന് തുടങ്ങിയത്? നമുക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറും പുള്ളിക്കാരി അറിയാണ്ട് എന്തൊക്കെ എടുത്ത് അടിക്കുന്നില്ലേ? 10-15 കൊല്ലമായിട്ട് പുള്ളിക്കാരി ഇൻട്രോവേർട്ട് മാറി എക്സ്ട്രോവേർട്ട് ആയിട്ടുണ്ട്. അതെങ്ങനെ സാധിച്ചത്? അതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റിയത്? ഇൻലോസ് പോയില്ലേ? നമുക്ക് അവിടേക്ക് കിടക്കണ്ട, ഇറ്റ്സ് ഡേഞ്ചറസ്. നമുക്ക് കിടക്കാം, നമ്മളെ ഷോയുടെ പേരതാ. വേണ്ട വേണ്ട വേണ്ട. ഇൻലോസിനെ കുറിച്ചുള്ള അഭിപ്രായം ഇപ്പോഴും ഇൻട്രോവേർട്ട് ആണല്ലേ? ഒരു 10-18 കൊല്ലം. മരുമോൻ 10-ൽ. എത്ര മാസം കല്യാണം? 10 മാസല്ലേ? ഇവനെ പടച്ചുവിട്ട കടവൾക്ക് 10-ൽ 10. പുള്ളിയുടെ 4 മാസം ഒരാള് 10 വർഷം കഴിഞ്ഞ് ഞാൻ കാണിച്ചത്. ഒരു ടൈലർ മെയ്ഡ് മരുമോൻ എങ്ങനെയാണെന്നുള്ളതിന്റെ ഇതാണ്. എന്തൊക്കെയായിരുന്നു ആ കോൺസെപ്റ്റ്? അതായത് കീപ്പ് ചെയ്യുന്ന ആളായിരിക്കണം. താങ്കൾക്ക് ഭക്തിയുള്ള ആളാണ്? പൂജ ചെയ്യും. ഓ, പൂജ ചെയ്യുന്ന ആളാണോ? പൂജയല്ലടാ, പൂജ. ഞാൻ അത് തന്നെ പറഞ്ഞത്. അതാ ഞങ്ങൾക്ക് വേണ്ടത്, ഓപ്പണായിട്ട് പറയാൻ. വലിയ പാടൊന്നുമില്ല. പിന്നെ ഡ്രഗ്സ് ഉണ്ട്. പാടാണ്. ആണോ? അപ്പോ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്റെ മോളെ സഹിക്കുന്നത്. അത് ശരിയാ കേട്ടോ, അത് അമ്മയെ കാണുന്ന അത് ശരിക്കും പുള്ളിക്കല്ല, ആ പുള്ളിക്കാണ് കൊടുക്കുന്നത്. താങ്കൾ എങ്ങനെയാണോ ഭക്തി? ഈ പറഞ്ഞാണ് അല്ല, ഫാമിലി റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന ആളാണ്. അതായത് അമ്മയുടെ അനിയത്തി, അച്ഛന്റെ സഹോദരന്മാർ ഒന്നുമില്ല, ആരും വലിയ മൈൻഡ് ഒന്നും. മാത്രം കറക്റ്റ് മോള് പോയി. അപ്പം നിങ്ങളുടെ ഇൻലോസിന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നോ? അവർക്ക് അങ്ങനൊന്നും ഇല്ല. മോൻ എങ്ങനെയും കല്യാണം കഴിച്ചാൽ മതി, അവന് പെണ്ണ് കിട്ടി തന്നെ വലിയ ഭാഗ്യം. അവനാണെങ്കിൽ ഒരു സുഖവും ദുശീലമില്ല, കുടിക്കത്തില്ല, വലിക്കത്തില്ല, പിന്നെ എങ്ങനെ പെണ്ണ് കിട്ടുന്നു?
ആ. 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 അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല പുള്ളിയുടെ രീതിയിൽ. ആ. എന്നിട്ട് അവസാനം ഹണിമൂൺ പ്ലാൻ ചെയ്യുക. ഒരു ദിവസം ഇന്ന് ദുർഗാഷ്ടമി എനിക്ക് മറ്റന്നാള് വിജയദശമി അന്ന് എനിക്ക് പൂജയുണ്ട്, അന്ന് അവിടെ പൂജയുണ്ട്. അവസാനം സെപ്റ്റംബറിൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നവംബറിലാണ് പോണേ. ഈ പുള്ളി ഉണ്ടല്ലോ വലിയില്ല കൂട്ടിയിട്ട് കത്തിക്കുവാണ്. പൂജകളൊക്കെ കുറച്ച് മാറ്റി വെക്കാം. ഇപ്പം കല്യാണം കഴിഞ്ഞ് 4 മാസം ആയതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലോകം അവസാനിക്കാൻ പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ആഴ്ച സമയമുള്ളൂ. എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പൂജ. പ്രത്യേകിച്ച് ഒരു ആഗ്രഹമില്ല. ഞാൻ പറയട്ടെ, ആ പറ. കാശി പോണെന്ന് പറയും. കല്യാണം കഴിഞ്ഞ് 4 മാസമായപ്പോഴേ കാശിക്ക് പോകണമെന്നൊക്കെ തോന്നി തുടങ്ങിയത്. ഇറ്റ്സ് എ ക്യൂരിയസ് കേസ്. കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയാം, എനിക്കൊരു ആഗ്രഹമാണ് രണ്ടുപേരും കൂടി ഒരുമിച്ച് കാശി നമുക്ക് വളരെ റൊമാൻറ്റിക് ആയിട്ട് സ്ഥലത്ത് പോകണം, നമുക്ക് കാശിക്ക് പോകാം. ശരിക്കും കാശി ഭയങ്കര ഡ്രീം ഡെസ്റ്റിനേഷൻ ആണോ? എല്ലാ വർഷവും ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം പോയതോ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കാശി? നല്ല ഇതായിരുന്നു. പോയിട്ട് വന്നപ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് തിരിച്ചു വന്നത്? അല്ല, ഞാൻ പോയ പോലെ തന്നെ തിരിച്ചു വന്നത്. ശരിക്കും ഇത് ഇനിയും പുതുക്കിയെന്തോ. ശരിക്കും കാശിയിൽ ഇപ്പോൾ അവിടെ സന്യാസിമാരൊക്കെ അങ്ങനെ കണ്ടില്ല? അത് വേറെ അതിന് ഞാൻ വേറെ പോകും. ഞാൻ ചോദിച്ചു ഇത് എവിടെയാണ്. പിന്നെ അവിടുന്ന് കുറെ സാധനം തന്നു, അതിപ്പോ ഞാൻ കൂട്ടിയിട്ട് കത്തിച്ച് പൂജ ചെയ്യുന്നു. മോളു ഞാൻ ഇപ്പൊ വരാം, നീ ഉറങ്ങിക്കോ, ഇനിയും കാശിക്ക് പോകണം. ഇതൊറ്റയ്ക്കൊന്നുമല്ല, ബിസിനസ് പാർട്ട്ണറും സെയിമാ. ആരത്? ഇങ്ങനത്തെ വേറെ ആളുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് കാശിക്ക് പോകും? ഞാനും കൂട്ടുകാർക്ക് എന്റെ രണ്ടുപേരും വെള്ളടിക്കും. ഇവര് പറയും നമുക്ക് ചില്ല് ചെയ്യാം, കാശിക്ക് പോയാലോ? യെസ്, കാശിക്ക് മച്ചാന് നല്ല മൂഡ്. ഒരു ട്രിപ്പ് പോവാം. വേറൊരു സംഭവമുണ്ട്. അതായത് പുള്ളി എങ്ങനെയാണെന്ന് അറിയാം, ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയാം. അങ്ങനെ അങ്ങനെ പറയണം. അങ്ങനെ വേണം പറയാൻ. എന്നോട് പറഞ്ഞു, അതായത് ഞാൻ ഇവിടെ പോകും, എവിടെയാ നമ്മുടെ അയ്യപ്പനെ കാണാൻ, ശബരിമല ആ. പോകും. അപ്പൊ ഞാനൊരു വ്രതം എടുക്കും. അത് കഴിഞ്ഞിട്ട് ചെറായി അമ്പലത്തില് വർഷം 2 തവണ ഉത്സവമുണ്ട്. അപ്പൊ ഞാനൊരു വ്രതം എടുക്കും. ഇത് അത് കഴിഞ്ഞിട്ട് എന്നാ പേരക്കുട്ടികൾ വൈകിട്ടോ. ഒരു പ്രതീക്ഷയും വേണ്ട. പിന്നെ എത്ര അതെടുക്കും? പിന്നെ കൊച്ചി അമ്പലത്തില്, ഇപ്പൊ കൊച്ചിന്നാണല്ലോ വൈഫ്. അപ്പൊ കൊച്ചി അമ്പലത്തില് 2 ഉത്സവമുണ്ട് വർഷത്തില്. അപ്പൊ ഞാനൊരു 7 ദിവസം വ്രതം എടുക്കും. എന്നാ പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാ പോരെ? ഇല്ല, ഇത് എല്ലാ വർഷവും എടുക്കും. എല്ലാ വർഷവും എടുക്കും. നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഈ വ്രതൊക്കെ കഴിഞ്ഞ് അല്ല, ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഈ 3 ദിവസം ഞങ്ങൾക്ക് അവധിയായിരുന്നു. ആ, അപ്പൊ ഞാൻ പൂജ പറഞ്ഞു, holidays. ആ, പൂജ holidays. പൂജ holiday. ആളുടെ ഫെസ്റ്റിവൽ മൂടണം. യെസ്, പൂജ ഹോളിഡേസ്. എന്നിട്ട് 3 ദിവസം അവധിക്ക് ഒരു പാക്കറ്റ് നിറച്ച് കർപ്പൂരം ഇന്ന് പൊളിക്കും. മൂന്നാർ വന്നത്. മൂന്നാറ് വന്നു പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ആ, ഇത്ര കാലമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്നോട് നീ പോയിക്കോ. നീ പൊക്ക മോളെ, എനിക്ക് പൂജയുണ്ട്. അയ്യോ, ഒരു പരികർമ്മിയായിട്ട് കൂട്ടാൻ പറ്റും. ശരിക്കും ആളെ സൈഡിലേക്ക് നിന്നോട്ടെ. അല്ല, കാശിക്ക് ഇനി പോവാണെങ്കിൽ വൈഫിനെ കൊണ്ടുപോകുമോ? ഇല്ല, കൊണ്ടുപോകും. പോവാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? എവിടെയാണെങ്കിലും കൊണ്ടുപോയി. വ്രതം എടുക്കാതിരുന്നാ മതി. എവിടെ വേണമെങ്കിലും ഞാൻ വരാം, വ്രതം എടുക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല, ഇപ്പൊ നമ്മൾ